ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ റോബ്ലോക്സ് കളിക്കാൻ പോവാണ്. കുറേ കൂട്ടുകാർ റോബ്ലോക്സ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ അതും കളിക്കാനും പോവാണ്. ഇനി ഇത്രയും ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, സ്ക്രോൾ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. അത്രയും പേര് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാ, എൻ്റെ പേര് കണ്ടോ മേലെ, ആ പേര് നിങ്ങൾ നോക്കണം. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആ പേര്. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ് എൻ്റെ സ്കിന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ സ്കിന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതാണ് എൻ്റെ സ്കിന്ന്. നിങ്ങൾക്കും ഇതേപോലെ കാണുമെങ്കിൽ അത് എടുത്താൽ അതായത് ഇതാണ് സ്കിന്ന്. നിങ്ങൾക്കും അതേപോലെ ചെയ്യാം. ഡിസ്പ്ലേ നെയിമൊക്കെ കൊടുക്കാം. അതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഏത് മാപ്പ് കളിക്കുന്നത് നോക്കുന്നുണ്ട്. അതായത് ഇവിടെ കുറേ മാപ്പ് ഞാൻ കളിച്ചിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ട്രോൾ സ്മാഷർ ടവർ എടുക്കാം, നല്ലതായിരിക്കും. ഇതാണ് സാധനം. ഇത് കളിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂട്ടുകാർ മനസ്സിലാവുന്നുണ്ടാവും. നമുക്ക് നോക്കാം. ഇതാ ഇതിൻ്റെ ഈ ബാക്കിൽ എന്തോ ഉണ്ടല്ലോ, എന്താ സാധനം? നമ്മൾ പാർക്കൂർ അറിയാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കയറി പോവാം. ഓക്കെ. ഇനി ഇതിൻ്റെ മേലെ കയറുന്നുണ്ട്. അയ്യോ, കയറിയില്ല, കിട്ടാത്തതുകൊണ്ട്. ഇതെന്താണ്? അൺലോക്ക് ഡോർ ഉണ്ട്. ഓക്കെ, വേറെ ഡോർ അൺലോക്ക് ആവും. പിന്നെ ഇവിടെ ഒരു എന്തോ സാധനം കൊണ്ട് ടോപ്പ് ഇന്നവരും ടോപ്പ് ആരും തന്നെ അടിച്ചു. ആരും അടിക്കും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഹ്യൂമൻ അടിക്കാൻ പറ്റില്ലല്ലേ. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മേലെ കയറിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇതിൻ്റെ മേലെ കയറിയിട്ട് പാർക്കോർ ചെയ്യണം. ഈ വെള്ള സാധനത്തെ മുട്ടാനും പാടില്ല. ചാലഞ്ച്. ഇതിൻ്റെ മേലെ കയറാം. ഇവിടെ തന്നെയുള്ള സാധനത്ത് കുഴപ്പമില്ല. നിങ്ങൾ പെട്ടുണ്ടോ? താഴെ ലോക്കിൻ്റെ സാധനം കൂടി ഉണ്ട്. അത് പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ചെയ്യേണ്ടത് കണ്ടോ, ഇതാണ് ലോക്കിൻ്റെ സാധനം. നമുക്ക് കഴിഞ്ഞാൽ അത് ഓഫാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കാം. ഇവിടെ നിന്ന് ഓഫാക്കി കഴിഞ്ഞാൽ അതാ നമുക്കിങ്ങനെ നമ്മുടെ ഫേസൊക്കെ കാണിക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഫേസ് നോക്കിയിരുന്നു. പിന്നെ അല്ലെങ്കിൽ അത് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ തിരിക്കണമല്ല, ബാക്ക് സൈഡ് മാത്രമേ വയ്ക്കുള്ളൂ. അതങ്ങനെ തിരിയുകയും ചെയ്യും. പിന്നെ ഞാൻ ചാടി പോകണം. മേലെ കഴിക്കുന്നുണ്ട്, അത് ഹെൽത്താണ്, പേടിക്കണ്ട. എല്ലാം പോയല്ലോ. അതന്നെ ഇനി ചെയ്യുന്നുണ്ട്. മേലെ വരെ എത്തിപ്പിക്കും. കുറച്ച് എപ്പിസോഡൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഇതാണിത്. ഒന്നാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. ഓക്കെ, നമ്മൾ എപ്പോഴും എൻ്റെ ചെയ്യുന്നത് വെച്ചാൽ മേലെ പോയിട്ട് എൻ്റെ ചെയ്യുള്ളൂ. ഇങ്ങനെ പോകണം. അവരൊക്കെ പോട്ടെ. ഓക്കെ, ഇനി ഞാൻ പോകണം. കണ്ട, ഇതിന് മേലെ നിൽക്കാൻ പറ്റില്ല. ഇനി ഇവിടെ കൂടെ പോകണം. എന്നിട്ട് ഇവിടെ കൂടെ ചാടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവനെ അടിച്ചിട്ട് നേരെ പോവാം. ഓക്കെ, ഈ വെള്ള സാധനം പറയുമ്പോൾ അവിടെ വൃത്തി നിൽക്കാൻ പാടില്ല. പിന്നെ അങ്ങനെ നേരെ താഴേക്ക് പോവും. മേലെ കയറിയിട്ട് കൂടെ എന്താ നോക്കാം. അതെങ്ങനെ പോകണം? കണ്ട നമുക്കിപ്പോൾ ട്രോളെന്താ അറിഞ്ഞോടാ, വേഗം പോകണം. ട്രോളാണ് ഇത് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ബ്ലോക്ക് മാഞ്ഞു പോവും. അതാ ഈ റെഡ് എന്താണ് അറിഞ്ഞോടാ, ബാക്കിലൊരു ബട്ടനും ഉണ്ട്. അമർത്തി കഴിഞ്ഞാൽ മിക്കവാറും കണക്കണം. വേണ്ട, ലേസറായിരിക്കും. എല്ലാം പോയി. ഫസ്റ്റ് മുന്നിൽ ചെയ്യണം. എന്താ സാധനം കൂടി ഉണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല. വേറെ എന്തെങ്കിലും ട്രാപ്പായിരിക്കും. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേലും ഞാൻ ഈ കളി ഫിനിഷ് ചെയ്യട്ടെ. കിട്ടിയില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ പോവാം. ചടാ ഷൂ പാർക്കൂർ ചെയ്തില്ലേ എനിക്ക്. പണ്ടൊക്കെ പാർക്കൂർ കിങ്ങായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. ഓക്കെ, അടിക്കും. അത്രയാണ് എന്നത്തേക്ക് ആക്കും. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്ത് ഇവിടെ അടിക്കുന്നു എല്ലാവരും എന്നെ മാത്രം അടിക്കുന്നുള്ളൂ. എൻ്റെ കയ്യിൽ ബോക്സിങ് ഉണ്ടാക്കണം. ഞാൻ ഡോർ എപ്പോൾ അൺലോക്ക് ആവുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ നോക്കാം. ഒക്കെ ചാടിയിട്ട് അങ്ങനെ പോയി നോക്കാം, കിട്ടും. നമുക്ക് ഇങ്ങനെ ചാടിയിട്ട് ഈ മേലത്തെ ചാടാൻ കിട്ടുമോ നോക്കാം. ആവശ്യം വരും. ഇതിൽ കൂടെ ചാടണം. നല്ല പാടാണ് കേട്ടോ മീന്. ഈ ലേഡറും കൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഹാർഡ് മാത്രമേ ഉള്ളൂ. എന്നാലും അങ്ങനെ നിൽക്കുമോ നോക്കാം. താഴെ കൂടെ വേണ്ട. ഇത് അറ്റത്ത് മാത്രം പോകാൻ പറ്റുള്ളൂ. വെറുതെ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്ന താഴെ തന്നെയുള്ളൂ. നോക്കാം.
ഇതെങ്ങനെ ചാടിയിട്ട് നമുക്ക് ഇവിടേക്ക് പോയി നോക്കിയാൽ ഇവിടേക്ക് എന്താ ഇവിടെ തന്നെ വന്ന സ്റ്റൈൽ തന്നെ പേടിക്കണ്ട. എൻ്റെ മേലെ എങ്ങനെ എത്തിപ്പിക്കാൻ പറ്റും? എന്താ അവിടെ ഞാൻ നേരത്തെ ലാഡർ കണ്ട്. ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ചാടി പോയിട്ട് ഇതിൻ്റെ മേലെ ഇടണം. ഇതാണ് അറ്റത്ത് മേലെ എത്തിപ്പിക്കണം. ഓക്കെ, ഇനി ഇവിടേക്ക് ചാടി പോകണം. 1 2 3 4 5 6 ചാടണം. ഇനി അപ്പുറത്തും 6 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഈ സ്ഥാനത്ത് മുട്ടാൻ പാടില്ല. ഓക്കെ, ഇവിടെ ലാഡർ അതൊന്നും നോക്കില്ല. നമുക്കിപ്പോൾ നോക്കിയാൽ എന്താ സിസ്റ്റം പറഞ്ഞിട്ട് എന്തൊക്കെ ഈ പ്ലാറ്റ്ഫോമിലായിട്ട് നിൽക്കണ്ടേ. മനസ്സിലായി. ഒന്നും ആവശ്യമില്ല, നമുക്കൊന്നും ആവശ്യമില്ല. നമുക്ക് കളി തീർന്നാൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മേൽ കൂടെ ചാടാനോ? അതാണ് പ്രശ്നം. ചാടാൻ പറ്റുമെന്തോ, നല്ല പാടാണ്. ഇങ്ങോട്ട് ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, ഇവിടേക്ക് ഇങ്ങോട്ട് ചാടണം. അതൊന്നും പറ്റുമോ നോക്കാം. ഇവിടെ എന്തോ കണ്ടപ്പോൾ വിചാരിച്ച് എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന ഇതെന്താ? എനിക്ക് ഒരു സിൽവർ കളറിൻ്റെ എന്തോ കിട്ടി. അതൊരു ബോക്സിങ്ങാണ്. സിൽവറോ അതിൻ്റെ എന്തോ അതിൻ്റെ ബോക്സിങ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൽ കയറിയിട്ട് താഴെ പോയില്ല. കണ്ട പാർക്കൂർ അറിയാത്തില്ലാന്നല്ല കിട്ടി. അതിന് വഴി കൂടെയാണ് അല്ലല്ല ഇത് കൂടെയാണ്. ഇവന്മാരൊക്കെ ഭ്രാന്തന്മാരാണ് കേട്ടോ. കളി നിർത്താൻ പോലും സമ്മതിക്കില്ല. എന്നെ വലിയ താഴിടാൻ വേണ്ടിയാണ് എൻ്റെ കയ്യിൽ കൊണ്ടുപോയി 2 ഐറ്റം വെച്ചിരുന്നു. വരുന്നേ ഉള്ളൂ. വേഗം ഓടിക്കോ. ആരുണ്ടോ? ഉണ്ട്. ഈ ചേച്ചി പോട്ടെ. ഇവിടെ എത്തിയാണ്. എന്ത് തന്നെയായിരുന്നു ഇവിടെ പണിയായാലോ. ഈ മേൻ്റെ ഒരു പെർസെൻറ്റേജ് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പോൾ 78 എന്താണ് അറിഞ്ഞൂടാ. അതാണ് അതിൻ്റെ മേൽ കൂടെ കയറണമല്ലോ. ഇതിനാണ് ഞാൻ നേരെ മുന്നിലേക്ക് നടന്നുണ്ട്. അതുകൊണ്ടാണ് ഇതും പോയത്. ഇനി ഇതിൻ്റെ മേലെ കയറണം. നീ അതിൻ്റെ മേലെ കൂടി കയറിയില്ല. ഇനി അങ്ങനെ ഒന്നുമില്ല. തിരിച്ചും കൊണ്ടാണ് ലോക്കിൻ്റെ സാധനം ഉണ്ടെന്ന് എപ്പോഴും അറിയുന്നു. ഓക്കെ, കയറുന്ന ലോക്കിൻ്റെ സാധനം കൊണ്ട് ലാഡർ കയറാൻ നല്ല പാടാണ്. ഇട്ടിട്ട് ലാഡർ കയറാൻ കുറച്ച് പാടായിരിക്കും. കിട്ടി പാർക്കൂർ അറിയില്ലാന്നല്ലേ. നേരത്തെ അറിയില്ലായിരുന്നു, ഇപ്പോൾ അറിയും. അത് ഈ വെള്ള സാധനം വരുന്നു. മാനവും ഓടിക്കോ. ഇത് സ്പീഡ് ഇട്ടിരിക്കണ്ട. ഞാൻ ഇത്രയും വേഗം ഓടണം. ഞാൻ ചെയ്യണൊക്കെ ഞാൻ സ്പീഡ് ഇട്ടിരിക്കണം. ഓടിക്കോ. എൻ്റെ അമ്മേ പറ്റില്ല. ഒന്നിലും കളില്ല. നല്ല പാടാണ് ചെയ്യാൻ. എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കയറി എൻ്റെ മേലും കൂടി ചാടണം. ഇതിൻ്റെ മേൽ ചാടാൻ പറ്റിയില്ല. ടെലിപ്പോർട്ട് VIP ആരും ഇവിടെ എനിക്ക്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ചാടിയിട്ട് മേലെ വരെ പോകണം. ലാഡർ കയറാനാണ് നല്ല പാട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടി ചാടിയിട്ട് അതിൻ്റെ മേലെ ചാടി ഈസി. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഹാർട്ട് പോയി. ഇതാണ് പാടാ. അതെൻ്റെ അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ജയിച്ചു. പിന്നെ അല്ലെങ്കിൽ എനിക്ക് ക്രോസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആരുമില്ല. വേഗം ഓടിക്കോ. എത്തി. ഇനി ഓർപ്പിച്ചോ, ലേസറാണ്. സൈഡിൽ കൂടെ പോയത്. ഇതിനങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയിട്ടുണ്ട്. എനിക്ക് തോന്നി ഇനി ആ സൈഡിൽ കൂടെ പോയാൽ മതി. അവ വെറുതെ കാണിക്കായിരിക്കും. ഈ സൈഡിൽ കൂടെ പോയാലേ പറ്റുള്ളൂ. അങ്ങോട്ട് നല്ല പാടാണ് ഗൈസ് ചെയ്യാൻ. ഇതെടുത്തിട്ട് പോയി. അതും പോയി ഗൈസ്. സിൽവർ കളർ ബോക്സിങ്ങും പോയി. സിൽവറോ എന്താ എനിക്കറിഞ്ഞൂടാ. ഇതിൻ്റെ മേലെ ചാടിയിട്ട് കിട്ടി. ഇതിൻ്റെ മേലെ ചാടാൻ കുറച്ചും കൂടി പാട്. പറഞ്ഞില്ലേ, ഈ ലോക്ക് അതിനെക്കാട്ടിലും പണി തരുമോ സംശയം. പാർക്കൂർ ചെയ്യുമ്പോൾ അത്ര ലോക്ക് പണിയൊന്നുമില്ല. പക്ഷെ ചെയ്യുമ്പോൾ ഒരു ഒറ്റ ബ്ലോക്കിന് മേലെ ചാടുമ്പോൾ ഈ സാധനം ആവശ്യം വരില്ല. നല്ല പാടാണ് ചെയ്യുന്നത്. നീ ഈ റോബ്ലോക്സിൽ മറ്റേ പോസൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ജീവിയോ കൊല്ലാൻ വരാണെങ്കിൽ
ഈ സാധനം എടുത്ത് കാര്യമൊന്നുമില്ല. ഒന്നും കൂടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൊണ്ട് കയറാൻ കിട്ടില്ലല്ലോ എനിക്ക്. നല്ല പാടാണ്. അപ്പുറത്ത് എന്തോ ഉണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല. ഇത് കൂടെ ആദ്യം കയറി പോവാം. അതായത് എനിക്ക് വയ്യ അതുകൊണ്ടാണ്. ഈ സാധനം ഓഫാക്കിയാൽ നമുക്ക് കുറച്ച് ക്ലീനാക്കി കാണാൻ പറ്റും. ഓക്കെ, അത് നന്നായി. ഇന്ത്യൻ്റെ മേൽ കയറിയിട്ട് പാർക്കൂർ ഈസി. നല്ല പാടാന്ന് പറഞ്ഞിട്ട് ഒരു പാടുമില്ല. ഈസി പാർക്കൂർ തന്നെ. ഇനി അതുവരെ എത്തിക്കണം, അതാണ് പ്രശ്നം. എത്തിക്കാനാണ് പ്രശ്നം. ഓക്കെ, ഇതിൻ്റെ മേൽ കയറിയിട്ട് നമുക്ക് ഇതും കൂടി ചടിപ്പോവാം. ഒരുത്തിനോടെ നിൽക്കുന്നുണ്ടോ? ഒന്നും മനസ്സിലായി. പോയിട്ടുണ്ട്. അതോടത്തേക്കും പോയി. ഒരുത്തേയും കൂടി പിന്നെയും വന്നു. അതേ ആക്കാൻ ആവശ്യമുണ്ട്. അതാ തോന്നി എനിക്ക് നേരത്തെ അടിക്കണ്ട. ഞാൻ രാജാവൊന്നുമില്ല. ഓക്കെ, പിന്നെയും വന്നിട്ടുണ്ട്. ഇതെന്താ സാധനം ഒന്നും മനസ്സിലായില്ലല്ലോ. ഓക്കെ, ഇതാ പോകുന്നു സാധനം. ഒരു ചാറ്റ് അടിക്കാം. എന്തടിക്കും വെച്ചാൽ പ്ലീസ് മാൻ. ഓക്കെ, പ്ലീസ് മാൻ എന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ കുറ്റമല്ല ഗൈസ്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറ്റമാണ്. ഒരു കുറ്റവും ഇല്ല, ഞാൻ തന്നെ പാർക്കൂർ അറിയാത്ത പോലെ ഉണ്ടാക്കിയതാണ്. ആരും ആക്കിയതൊന്നുമല്ല. നല്ല പാടാണല്ലോ ഗൈസ് ചെയ്യാൻ. ഒരുപാട് വിചാരിച്ചിട്ടുണ്ടാവും ചെയ്യാൻ. ഓക്കെ, നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല. ഓക്കെ, ഞാൻ പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വിജയുണ്ട്. ഈ ചെക്കന്മാരുടെ അടുത്ത് കുറേ കമൻറ്റ് ഇടണം. ഒന്നും കൂടി പ്ലീസ് മാൻ ഒന്നും കൂടി കമൻറ്റ് ഇടുന്നുണ്ട്. എൻ്റെ അമ്മേ, പാടാനല്ലേ ഈ സാധനം ചെയ്യാൻ. ഡാർക്ക് ഷെയ്ഡ് ജോൺ ഇടാ ഫ്രണ്ടല്ലേ. ഇവിടെ ഡാർക്ക് ഷെയ്ഡ് ഇതായിരിക്കും. ഡാർക്ക് ഷെയ്ഡ് ഹലോ, ഞാൻ ഓർമ്മയുണ്ട് എന്നെ ഓർമ്മയുണ്ട്. അത് പോകുന്നു മേലല്ല, ഞാനെന്താ താഴെ. അത് ആരോട് ചെന്ന് അറിഞ്ഞോടാ. ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും. എന്നെ വെറുതെ പണിയെടുക്കും. നിനക്കെന്താ സാധനം? ഞാൻ സിൽവർ എടുത്തില്ല. സിൽവർ എടുത്തിട്ടും പോവാ. നല്ലതായിരിക്കും. ഇനി മേലെ വരെ എത്തിപ്പിക്കണം, അതാണ് ചാലഞ്ച്. മേലെ വരെ എത്തിപ്പിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് വരുന്നത്. പിന്നെ അതും വിചാരിച്ചപ്പോഴാണ് ഈ ബട്ടൺ വന്നത്. ഇതെന്താ സ്കിപ്പ് ഇട്ടോ? നല്ല ഐഡിയ കിട്ടി എനിക്ക്. അത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ഇതിൻ്റെ അപ്പുറത്ത് കയറുന്ന പോയിട്ട് വേഗം ഓടിക്കോ. ഇത് ഒന്നുമില്ല, വെറുതെ ചെയ്താണ്. സ്കിപ്പ് ഇട്ടോട് പോയി. അതെ, ഇനി വേറെ കൂടി ടെലിപ്പോട്ടോ. അങ്ങോട്ട് ടെലിപ്പോട്ടോ ഉണ്ട്. അങ്ങോട്ട് തന്നെ ഞാൻ ഓടിപ്പിക്കോ. അപ്പുറത്തെന്താ ബോളെന്തോ സാധനം കഴിക്കും. ഞാൻ ഒന്നും നോക്കില്ല, അങ്ങനെ വെക്കോ. ആളില്ല പറഞ്ഞിട്ട് എന്തുണ്ട് എൻ്റെ മിസ്റ്റേക്ക്. കുറേ വർഷം താഴെയുണ്ട് കേട്ടോ. ചാകുമ്പോൾ അത്ര റേറ്റ് ഒന്നുമില്ല. അപ്പോൾ അയാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ എൻ്റെ ട്രാപ്പ് ആയിരിക്കും. താഴെ തന്നെ. ഓക്കെ ഇനി എന്താ അപ്പുറത്ത്. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അടുത്ത എപ്പിസോഡാണ് ഈ ബാക്കി. അടുത്ത എപ്പിസോഡ് ടാറ്റ.